സാറേ ചായ. ആ ആ സാറെന്താ വല്ലാണ്ടിരിക്കുന്നേ? സുഖമില്ലേ? ഏയ് കുഴപ്പമൊന്നുമില്ല. ആ അകത്തുണ്ടായിക്കോട്ടെ. സാറേ എന്നെ മനസ്സിലായോ? ഞാൻ ആന്റണിയാ സാറേ. പിന്നെ എനിക്കറിയില്ലേ, നമ്മുടെ ബാങ്കിലും നല്ലൊരു കസ്റ്റമറില്ലേ. ചേട്ടൻ ഇരിക്കു വാ. ഇല്ല സാറേ, ഇരിക്കുന്നില്ല. എന്താ പുതിയ ലോൺ വല്ലതും വേണോ? വേണ്ട സാറേ, പഴയ ലോൺ അടച്ചു തീർക്കാൻ വന്നതാ. എല്ലാം ക്ലോസ് ചെയ്തു. അതെന്താ ഇത്ര പെട്ടെന്ന്? ക്ലോസ് ചെയ്യാനുള്ള സമയമൊന്നും ആയിട്ടില്ലല്ലോ. ആയിട്ടില്ല സാറേ, ഞങ്ങൾ ഇവിടുന്ന് പോവുക. സ്ഥലമൊക്കെ വിറ്റു. അതെന്താ പറ്റി? ഓ അങ്ങനെയൊന്നും ഇല്ല സാറേ, ഭാര്യയോട് അങ്ങ് കട്ടപ്പനയില. ഇനിയുള്ള കാലം അവിടെ കഴിയാന്ന് വെച്ചു. എന്നാ പിന്നെ പോട്ടെ സാറേ. ശരി. ആ സാറേ, ആ മോന്റെ ഒരു വിദ്യാഭ്യാസ ലോൺ കൊണ്ട് വന്നതാ സാറേ. വാ ഇരിക്കേ. എന്താ മോന്റെ പേര്? അക്ഷയ്. ഇപ്പൊ എന്താ ചെയ്യുന്നേ? +2 കഴിഞ്ഞു. ഏതാ ഗ്രൂപ്പ്? സയൻസ്. എത്രയുണ്ട് മാർക്ക്? 96%. 96%. ആ ഓക്കെ. എന്താ അടുത്ത പരിപാടി? MIT എന്നുള്ളൊരു പാരാമെഡിക്കൽ കോഴ്സ് ഉണ്ട്. എത്ര രൂപ ഉദ്ദേശിക്കുന്നേ? ഒരു 2 ലക്ഷം രൂപ സാറേ ഉദ്ദേശിക്കുന്നത്. 2 ലക്ഷം രൂപ അല്ലേ? ഈ കോഴ്സ് തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? ജോലി സാധ്യത കൂടുതലുണ്ട്. ജോലി കിട്ടിയിട്ടോ? ചേച്ചിയുടെ കല്യാണം, അമ്മയുടെ അസുഖമൊക്കെയായിട്ട് അച്ഛന് കുറച്ച് കടമുണ്ട്. അപ്പോൾ ജോലി കിട്ടിയിട്ട് വേണം അത് വീട്ടാൻ. പിന്നെ ലോണും അടയ്ക്കണം. ശരി. അപ്പുറത്തെ ക്യാബിനിൽ ജയറാം എന്ന് പറഞ്ഞൊരു സാരിപ്പുണ്ട്. പുള്ളീനെ കണ്ടാൽ പുള്ളി അവിടുന്ന് കുറച്ച് ഫോം കൂടി തരും. പിന്നെ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണെന്ന് അവിടുന്ന് പറഞ്ഞു തരും. ഞാൻ വിളിച്ചു പറയാം ഇപ്പം, കേട്ടോ? പൈസ കിട്ടുമല്ലോ അല്ലേ സാറേ? തീർച്ചയായിട്ടും കിട്ടും. പേപ്പറുകൾ എത്രയും വേഗം ശരിയാക്കി കൊണ്ടുവരിക. ബാക്കി കാര്യം ഞാൻ നോക്കാം. ഉപകാരം സാർ. ശരി ശരി. എന്നാ ശരി, വാ പോകാം. അത് നമ്മുടെ ആന്റണി ചേട്ടനല്ലേ? കൂടെ ആരാ ഉള്ള? മോളാ? ആ അതെ. അയാളുടെ കാര്യം വലിയ കഷ്ടമാണ് സാറേ. നല്ല അധ്വാനിയായിരുന്നു. 4 പെൺകുട്ടികളാണ്. 3 പേരെയും വലിയ കുഴപ്പമില്ലാതെ കെട്ടിച്ചു വിട്ടു. 4-മത്തെയാ ഇപ്പം കാണുന്ന കുട്ടി. ഇവിടുത്തെ ഈ നല്ല സ്ഥലമൊക്കെ വിട്ടിട്ട് ഇവരെന്തിനാ ഈ പോകുന്നത്? അതൊരു വലിയ കഥയാ സാറേ. ഇവിടെ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ വലിയൊരു രാഷ്ട്രീയക്കാരനുണ്ട്. റിയൽ എസ്റ്റേറ്റും ഗുണ്ടായുസും ഒക്കെയാ പരിപാടി. പുള്ളിക്കൊരു മോനുണ്ട്, സന്ദീപ്. അവനൊരു മൊബൈൽ ഷോപ്പ് നടത്തുക. കഞ്ചാവും മയക്കുമരുന്നും അവനില്ലാത്തൊരു പരിപാടിയില്ല. ഷോപ്പിൽ വരുന്ന പെൺപിള്ളേരുടെ ഫുള്ള് നമ്പർ അവൻ കളക്ട് ചെയ്യും.
അവരുമായിട്ട് എന്നിട്ട് ചങ്ങാത്തം കൂടും. അവൻ്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ അവൻ ഒഴിവാക്കും. അവൻ്റെ ചതിയിൽപ്പെട്ടുപോയി ഈ കുട്ടി. 3 മാസം ഗർഭിണിയായിരുന്നു. ചതിയായിരുന്നെന്ന് അറിഞ്ഞപ്പോൾ വിഷം കഴിച്ചു. ആ സമയത്ത് ആ ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. അത് അബോർഷനായി. ആ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ വീടും സ്ഥലമൊക്കെ വിറ്റ് പോവാം. അബോർഷൻ അബോർഷൻ സാറേ സാറേ, അയ്യോ സാറേ, എന്താ പറ്റിയേ? എഴുന്നേക്ക് സാറേ. സാറേ സാറേ, എന്താ പറ്റിയേ? സാറേ കുഴപ്പമൊന്നുമില്ല ഓക്കെയാണോ? കുഴപ്പമൊന്നുമില്ല. ഓക്കെയാണോ? പോകാം, കുഴപ്പമൊന്നുമില്ല. ഇറ്റ്സ് ഓക്കെ ഐ എം ഓക്കെ. സാറേ 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 സാറേ, അയ്യോ എന്ത് പറ്റി? അയ്യോ എന്താ പറ്റിയേ? സാറേ സാറേ, എന്താ പറ്റിയേ? എന്ത് പറ്റി സാർ? ഡോക്ടറെ വിളിക്കട്ടെ? സാർ, ഹലോ ഹലോ ഡോക്ടർ, ഹലോ, കേൾക്കുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ല, ഒരാഴ്ച ഈ ഗുളിക കൊടുത്താൽ മതി. ആ, സാറ് വന്നോ? ഇപ്പൊ എങ്ങനെയുണ്ട്? സാറേ, ശരിക്കും നന്ദൻ സാറിന്റെ പ്രശ്നം എന്താ? വാ പറയാം. നാട്ടിലെ പേര് കേട്ടൊരു തറവാടായിരുന്നു നന്ദൻ്റേത്. പഠിക്കാൻ മിടുക്കൻ, നല്ല ജോലി, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി മായ. ആ സമയത്താണ് കല്യാണാലോചന വന്നത്. കല്യാണമൊക്കെ കഴിഞ്ഞു, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് മായയ്ക്ക് അമേരിക്കയിൽ ഒരു ജോലി ശരിയായത്. അതിന്റെ ത്രില്ലിൽ ഇരിക്കുമ്പോഴാണ് അവള് പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത്. അവള് സ്വപ്നം കണ്ട ജീവിതത്തിന് കുട്ടി ഒരു തടസ്സമാകുമെന്ന് വന്നപ്പോൾ അവളതങ്ങ് അബോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അവളുടെ വീട്ടുകാർ സപ്പോർട്ടായിരുന്നു, പക്ഷേ നന്ദൻ സമ്മതിച്ചില്ല.
എവിടെയും പോണ്ട, നമ്മുടെ കുഞ്ഞുമായി നമുക്ക് ഇവിടെ കഴിയാമെന്ന് നന്ദൻ പറഞ്ഞു. അന്ന് മുതൽ പ്രശ്നം തുടങ്ങി. അവസാനം അവനറിയാതെ അവർ പോയി അത് അബോർട്ട് ചെയ്തു. അബദ്ധത്തിൽ അത് അബോഷനായി പോയതാണെന്നാണ് അവൾ അവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. എന്നാൽ അവൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടി ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവരിലൂടെ അവൻ സത്യമെല്ലാം അറിഞ്ഞു. ക്രമേണ അവൻ്റെ മനസ്സിൻ്റെ താളം തെറ്റാൻ തുടങ്ങി. ഇല്ല ഇല്ല ഇല്ല, എവിടെയോ ഉണ്ട്. ഒരു കുഞ്ഞിന്റെ കരച്ചിൽ നീ കേട്ടില്ല? ഞാനൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടില്ല. നിങ്ങൾക്ക് എന്താ ഭ്രാന്തായോ? ഇവിടെ എവിടെ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ ഞാൻ കേൾക്കുന്നു. എടാ വേണു, നീ വീട്ടിലേക്ക് പോയിക്കോ. ഞാനിപ്പോൾ പെർഫെക്റ്റ് ആണ്, എനിക്കൊരു കുഴപ്പമില്ല. എടാ, നിന്റെ കൂടെ 2 ദിവസം നിന്നിട്ട് പോകാൻ വേണ്ടി വന്നതല്ലേ ഞാൻ. കുഴപ്പമില്ല. എടാ, നീ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. നിന്റെ പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം. ഞാൻ പറയാം, നിന്റെ ജോലിയുടെ ടെൻഷൻ, പിന്നെ ഫിമലയും മോളും തനിച്ചല്ലേ വീട്ടിലുള്ളൂ. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സതീഷ് ഉണ്ടല്ലോ ഇവിടെ. സാറ് ധൈര്യമായിട്ട് പൊക്കോ, ഞാനില്ലേ ഇവിടെ. എന്നാ പോട്ടേടാ, ചെന്നിട്ട് വിളിക്കാം. ശരിടാ, എന്നാ കാണാം. ഓക്കെ. ശരി സതീഷ്, ശരി. സാറേ, ഞാനന്ന് പറഞ്ഞില്ലേ, ദാ അവനാ സന്ദീപ്. എന്തായാലും ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ ബാക്കി ഡോക്യുമെന്റ്സുമായിട്ട് നാളെ ബാങ്കിൽ വന്ന് സതീഷിനെ ഒന്ന് കാണാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് തീരുമാനിക്കാം. ശരി, എന്നാ പിന്നെ. கண்ணானே கண்ணே கண்ணானே கண்ணே என் மீது சாயவா, புன்னானே நெஞ்சே பொன்னான கையா பூ போலே நீவாவா, நான் காத்து நின்ற காலங்கள் தோர் என் ஏக்கம் தீருமா, நான் பார்த்து நின்ற பொன்வானமேங். என்ன சார், யார் சாங்குவீங்க? என்ன வேணும் உங்களுக்கு? ഞാൻ ബാങ്ക് മാനേജർ, ഈ സ്ഥലം നോക്കാൻ വേണ്ടി വന്നു. அப்படியா? சரி சரி. ചേട്ടാ, ഒരു മിനിറ്റ്. അതാരാ അത്? அதா, அது என் பொண்டாட்டி. ഓ ശരി. ആ ഹാ. என்னங்க யார் இது? அதா, அவர் ஏதோ இடம் பார்க்கறதுக்கு வந்தேன். சரி. ഹലോ, ഒരു മിനിറ്റ്. ഒന്നിങ്ങ് വരാവോ? என்ன சார்? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. சொல்லுங்க. വാ. കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? பொண்ணு குழந்தை சார். ആഹാ ഹാ, പെൺകുട്ടിയല്ലേ. മരിയപ്പ, ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം കേട്ടോ. சரி சார்.
என்ன புரியல. ബാ മാരിയപ്പ, കുട്ടിക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങാൻ പോയത്. കുട്ടിക്ക് കൊടുത്തേ, കുഞ്ഞു കുട്ടിയല്ലേ, ஆமா சார். തണുപ്പടിക്കാതെ നോക്കണം കേട്ടോ. ஆமா சார், நீங்க நல்ல ஆளு சார். സാരമില്ല മാരിയപ്പ, சரி. പോട്ടെ. ஏதாவது சாய குடிக்கிறதுக்கு கொடுக்கு சார். ഓ ആ ആ എന്നാ ഇത് വെച്ചോ. நன்றி சார், ரொம்ப நன்றி சார். நீங்க நல்லா வரும் சார். கடவுள் மாதிரி சார், நீங்க கடவுள் மாதிரி. செல்வி, 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 எங்க போய? செல்வி, எங்கடி போய? வாடிங்க. என்னய்யா? பாரடி, இது என்ன தெரியுமா? என்ன? பாரப்பா, அந்த சாரு வாங்கி தந்ததடி. ஆமா யாரு அந்த சாரா? ஆமா. ரொம்ப நல்லா இருக்கு. ஹாய் கடவுளே. எப்படி இருக்கிறீ? நல்லா இருக்கியா? ஆ? ஐயா இங்க பாரு ஐயா, ரொம்ப நல்லா இருக்குல்ல. ஆமா. இங்க பாரு, இது எவ்வளவு நல்லா இருக்கு. ஓ, செல்வி, என்ன ஐயா? இங்க பாருடி. என்ன? நான் ஒரு விசேஷம் சொல்லட்டுமா? சொல்லி தொலை. எதுக்கடி நம்ம பிள்ளைக்கு இந்த மாதிரி ட்ரெஸ்? ஏ? இது திரும்பி கொடுக்கலாம், காசு வாங்குறடி. மூஞ்சிய பாரு, எந்திரிச்சு போயா. ஏய், சொன்னா கேட்க மாட்டேன். சொன்னா தெரியாது. ഹലോ സാർ. മിസ്റ്റർ നന്ദകുമാർ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? തന്റെ വേദാന്തൊന്നും എനിക്ക് കേൾക്കണ്ട. ഈ ലോണ് പാസ്സാക്കാൻ പറ്റൂല. സതീഷേ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ സാർ? എനിക്ക് ട്രാൻസ്ഫർ ആണ് കാസർഗോഡേക്ക്. സാർ ഇത്ര പെട്ടെന്ന് വല്ല പ്രശ്നം? എഡ്യൂക്കേഷൻ ലോൺ, അത് തന്നെയാണ് പ്രശ്നം. മടുത്തു സതീശേ. പാവപ്പെട്ട ജനങ്ങൾ, അവർക്ക് കുറെ വാഗ്ദാനങ്ങൾ വാരിക്കോരി കൊടുക്കുക, എന്നിട്ട് അവരെ കൊണ്ട് ലോൺ എടുപ്പിക്കുക. അതിനുശേഷം പലിശ, പിഴപ്പലിശ എന്ന് വേണ്ട കണ്ടമാനം കഷ്ടപ്പെടുത്തുക. ശരിയാ സാറേ. കൊടുത്തതിന്റെ 4 ഇരട്ടിയായി തിരിച്ചു വാങ്ങുക. ബാങ്കിൽ കൊണ്ടുപോയി തല വെച്ച് കൊടുത്താൽ അവിടെ നൂല് കിട്ടാനുള്ള വിഷമം സതീശന് അറിയത്തില്ല. അറിയാം സാറേ. ഇനി അവിടെ ചെന്നാലും ഇത് തന്നെ അവസ്ഥ. അതെ. മടുത്തു. സതീശൻ, എനിക്കൊരു ചായ എടുത്തു തരുമോ? ആ സാറേ, തരാം. ഹലോ. അക്ഷയ് അല്ലേ? അക്ഷയ്, അച്ഛനില്ലേ മോനെ അവിടെ? ഞാൻ ബാങ്ക് മാനേജരാ. അച്ഛനൊന്ന് കൊടുക്ക്. അച്ഛാ, ഫോൺ. ആരാ മോനെ? ബാങ്കിൽ നിന്ന് മാനേജരാ. ഹലോ സാറേ. ഹലോ ചന്ദ്രേട്ടാ, ഞാൻ ബാങ്കിലെ മാനേജറാണ്. ആ സാറേ. പിന്നെ നമ്മുടെ ബാങ്കിലെ ലോണിന്റെ കാര്യമൊന്നും സാങ്ഷൻ ആയിട്ടില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യേ,
നാളെ മോനെയും കൂട്ടി ഒന്ന് ബാങ്കിൽ വരെ വരി. ഓക്കെ സാറേ. എന്താ അച്ഛാ പ്രശ്നം? ഒന്നുമില്ല, മോൻ പോയി പഠിച്ചോ. സാറേ. വാ വാ. പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്താ സാറേ? നിങ്ങൾ പൈസ തിരിച്ചടയ്ക്കുമെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഹെഡ് ഓഫീസിന് ഇല്ലെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ലോണ് കൊടുക്കണ്ടെന്നാ ഹെഡ് ഓഫീസിൽ നിന്നുള്ള ഓർഡർ. റീനു, പിന്നെ ജെയിംസിനോട് മറ്റേ പൈസയുടെ കാര്യം ഒന്ന് റെഡിയാക്കാൻ പറയണം. സ്കൂളിന്റെ ഫണ്ട് ഞാൻ നോക്കിയിട്ടൊരു മാർഗമേ ഉള്ളൂ. സാറ് പറഞ്ഞു സാറേ. തിരിച്ചടയ്ക്കേണ്ടാത്തൊരു ലോണുണ്ട്, അത് വേണേൽ പാസ്സാക്കി തരാം. അതെന്ത് ലോണാ സാറേ? അത് എൻ്റെ സ്വന്തം കാശാ. അത് ഉടനെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. തിരിച്ചടയ്ക്കണ്ട, മോൻ പഠിക്കട്ടെ. എന്താ പറയണ്ടെന്ന് അറിയില്ല സാറേ. ധൈര്യമായിട്ട് പോയിക്കോ. മോന് പഠിക്കാനുള്ള പൈസ റെഡിയായി കിട്ടും, ഉടനെ തന്നെ കിട്ടും. ഈ ഉപകാരം ഒരിക്കലും മറക്കൂല സാറേ. ധൈര്യമായിട്ട് പോയിക്കോ, മോന് പഠിക്കാൻ പറ്റും. സാറേ, അവർ കരഞ്ഞാണ്ട വെളിയിലേക്ക് പോയെ. സാറിന് വിഷമമൊന്നുമില്ലേ? സതീഷേ, ചില മനുഷ്യരുടെ ദുഃഖം നമ്മുടെ സന്തോഷമാണോ? ஏய் மாரியப்பா, ஏய் சார் நீங்களா சார்? எப்படி இருக்கு சார்? நல்லா இருக்கா? സുഖമായിരിക്കുന്നു. എങ്ങ് പോരെ? ഞാൻ കുറച്ച് ദൂരം വരെ പോകാം. அப்படியா? മോൾ എങ്ങനെ സുഖമായിട്ടിരിക്കുന്നു? குழந்தை நல்லா இருக்கு சார். நல்லா ഓക്കെ, இருக்கு. സന്തോഷം സന്തോഷം. ശരി, എന്നാ ഞാൻ പോട്ടെ. சரி, சார். சார் சார் நில்லுங்க சார். എന്നാ മാரியപ്പാ? அது கொஞ்சம் சார், நான் ஒரு விஷயத்தை சொல்லட்டும். പറഞ്ഞു മാரியപ്പ. എന്താ 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 കാര്യം? എന്താ പറഞ്ഞോ. என் புள்ள மேலே அவ்வளோ பாசமா உங்களுக்கு? കുട്ടികളെ ഇഷ്ടമില്ലാത്ത ആരാ മാரியപ്പ ഉള്ളത്? ஒரு காரியத்தை പറഞ്ഞു പറഞ്ഞോ. சொல்லட்டுமா? എന്താന്ന് വെച്ചാ പറഞ്ഞോ. சார், நீங்க கொஞ்சம் காசு கொடுங்க சார். நீ எடுத்துக்கோ. பொண்ணு புள்ள சார். ഏയ്, എന്നടാ എന്നാടാ നീ പറഞ്ഞത്? மன்னிச்சிடு சார். ഏയ്, மன்னிச்சிடு தப்பு சார். ഏയ്, மன்னிச்சிடு ഏയ്, சார். ഏയ്, சார், നിന്നെടാ. மன்னிச்சிடு சார். அம்மா, அப்பா. സാറേ, ആ പയ്യനില്ലേ സന്ദീപ്, അവനിട്ടാരും പണി കൊടുത്തു. കടയ്ക്കകത്ത് കയറിയിട്ട് ഹെൽമെറ്റിനുള്ള അടിയായിരുന്നു. ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. ചെയ്തു കൂട്ടിയതൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ. അത് ശരിയാ. യാത്ര പറയുന്നില്ല. ശരി സാർ. യാത്രയൊക്കെ സുഖമായിരുന്നോ? കുഴപ്പമൊന്നുമില്ലായിരുന്നു.
സാറിന്റെ ഫാമിലിയൊക്കെ വരുമായിരിക്കും അല്ലേ സാറേ? താൻ കുടിച്ചിട്ടുണ്ടല്ലേ? ചെറുതായിട്ടുണ്ട് സാറേ. തൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞാ? കല്യാണം കഴിഞ്ഞാ സാറേ. കുട്ടികളൊക്കെ? കുട്ടികളായില്ല, 2 മാസമായാലും കല്യാണം കഴിഞ്ഞിട്ട് സാറേ. താൻ ആ കുട്ടിയെ ചതിച്ചോണ്ടിരിക്കുമായിരുന്നില്ലേ? ചതി പറ്റിയ എനിക്കാ സാറേ. അവരെന്നെ ചതിച്ചോ സാറേ. കല്യാണത്തിന് മുമ്പ് വേറൊരാൾ ചതിച്ച പെണ്ണായിരുന്നു സാറേ. പക്ഷെ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് സാറേ. എൻ്റെ സ്നേഹക്കൂടുതൽ അവൾക്ക് താങ്ങാൻ പറ്റില്ല. അവൾ എന്നോടെല്ലാം തുറന്നു പറഞ്ഞു. അന്ന് പോലും ഞാൻ കുടിക്കാൻ തുടങ്ങി. എന്നാലും എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരിക്കലും അവളെ ഉപേക്ഷിക്കില്ല സാറേ. കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്നേഹം കൂടും സാറേ. ഞങ്ങൾ ഒരുമിച്ച് പാർക്കിലും ബീച്ചിലും എല്ലാം പോകും. ഞാൻ അവളെ എടുത്തോണ്ട് നടക്കും സാറേ. എനിക്ക് ഭയങ്കര ഇഷ്ടം അവളെ. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കും സാറേ. സന്തോഷമായിട്ട് ജീവിക്കും സാറേ. അതെ, താൻ നാളെ ഫ്രീ ആണെങ്കിൽ ഒന്നിവിടം വരെ വരണം. നമുക്കൊന്ന് പുറത്തു പോകണം. സാറേ ഇതാ എൻ്റെ വീട്. ഒന്ന് നിർത്തിക്കോ, ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. സാറേ തിരക്കില്ലെങ്കിൽ ഒന്ന് ഇറങ്ങിയിട്ട് പോവാം. ആ ശരി. സാറേ കയറിയിരിക്കേ. ശരിക്കും ജസ്റ്റിന് എന്താ ജോലി? ഇവിടെ അടുത്തൊരു എസ്റ്റേറ്റിലെ സൂപ്പർവൈസറാ സാറേ. എസ്റ്റേറ്റിലെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാണ്ട് പോകുന്നു സാറേ. സാറേ എന്തോരി സാറേ? മോനെ, മോനെ, ആരാത്? സാറെന്താ ഇവിടെ? ഇവിടെയാ ഞാൻ താമസിക്കുന്നത്. ആ, ബാങ്ക് ആ, മാനേജർ. അതെ, അതെ, അതെ. അത് സാറായിരുന്നോ? ഇതാണോ വീട്? കുട്ടിയെ എവിടെ കണ്ടു? വീട് പൂട്ടി കിടക്കുന്നത് കണ്ടു. ഞാൻ 1-2 തവണ വിളിച്ചു. ഒന്നും മിണ്ടിയില്ല. അവൻ അകത്തേക്ക് ഓടിപ്പോയി. അവൻ ഊമയാ സാറേ, വർത്താനം പറയില്ല. മോനാ അല്ലേ? എൻ്റെ അല്ല, എൻ്റെ ഭാര്യയുടെയാ. ഞാൻ അവളുടെ 2ാമത്തെ ഭർത്താവാ. ഓ അത് ശരി. എൻ്റെ കൂടെ വരുമ്പോൾ അവൻ 7 വയസ്സേ ഉള്ളൂ. 1-2 വർഷമൊക്കെ അങ്ങനെ പോയി. ഞാനൊരു ട്രക്കിൻ്റെ ഡ്രൈവറായിരുന്നു സാറേ. ആക്സിഡൻറ്റിൽ എൻ്റെ കാലങ്ങ് പോയി. എൻ്റെ കൂടെ ഹെൽപ്പിന് വന്നൊരു ക്ലീനർ പയ്യനുണ്ടായിരുന്നു. അവൻ്റെ കൂടെ ഭാര്യ അങ്ങ് പോയി. അമ്മയില്ലാത്തതുകൊണ്ട് മോന് വിഷമമൊന്നുമില്ലേ? ഭൂമിയായതുകൊണ്ട് അവൾ എപ്പോഴും അവനെ ഉപദ്രവിക്കുമായിരുന്നു സാറേ. അവനെപ്പോഴും എന്നെ ഇഷ്ടം. ഈ കാലം വെച്ച് ജീവിക്കാൻ വലിയ പാടാ സാറേ. ഇട്ടിട്ട് പോകാനാണ് മനസ്സും വരുന്നില്ല. പുറത്തിറങ്ങി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകുമ്പോൾ പൂട്ടിയിട്ടാ പോവുക.
നേരത്തെ ഇറങ്ങിയല്ലേ? നേരത്തെ ഇറങ്ങിയാലേ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ. എന്നാ പിന്നെ ശരി. അതെ, വിരോധമില്ലെങ്കിൽ മോനെ ഇന്ന് ഞാൻ നോക്കിയോട്ടെ? ആയിക്കോട്ടെ. ഇതാ സാറേ താക്കോല്. സാർ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പൂട്ടിക്കോ അവനെ. സാറേ സാറേ ആ ആ നല്ല മിടുക്കനായിട്ടുണ്ടല്ലോ സാറേ. ആ ചാവി ഇങ്ങനെ. ഓ, സാറേ ഇതൊന്നും വേണ്ടായിരുന്നു. അത് വെച്ചോ. ആഹാ, ഇതാരാ ഇത്? വാ 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 മോനെ. ശ്യാമസന്ധ്യേ കാറ്റിനെന്തി വിരഹമേറുന്നു, ഇരുളിലെവിടെയോ തനിയെ രാക്കിളി പദങ്ങൾ പാടുന്നു. ശ്യാമസന്ധ്യേ കാറ്റിനെന്തി വിരഹമേറുന്നു, ഇരുളിലെവിടെയോ തനിയെ രാക്കിളി പദങ്ങൾ പാടുന്നു. നീ പോയ വഴിയിലിരുളിലനാഥമാവുന്നു, നിന്റെ നോട്ടം നിന്റെ പുഞ്ചിരി നീറ്റലാവുന്നു. നീ പോയ വഴിയിലിരുളിലനാഥമാവുന്നു, നിന്റെ നോട്ടം
നീറ്റലാവുന്നു. നിന്റെ ആശകൾ നിദ്രമായും രാത്രിയാകുന്നു. നിന്നെയൂട്ടാനുള്ളിലോ ഞാൻ പാട്ടുപാടുന്നു. ശ്യാമസന്ധ്യ കാറ്റിനുണ്ട് വിരഹമേറുന്നു. ഇരുളിലെവിടെയോ തനിയെ രാക്കിളി പദങ്ങൾ പാടുന്നു. തിരയിലാടും നുരയിലെങ്ങോ യാത്ര പോകുന്നു. ഓർമ്മ പോലെ അകന്നു പോകും കഥകളാകുന്നു. തിരയിലാടും നുരയിലെങ്ങോ യാത്ര പോകുന്നു. ഓർമ്മ പോലെ അകന്നു പോകും കഥകളാകുന്നു. പോയ രാവുകൾ രാത്രി മഴയാൽ പെയ്തിറങ്ങുന്നു. പോയ നാളുകൾ നിന്നെയോർക്കും പൂക്കളാകുന്നു. ശ്യാമസന്ധ്യേ കാറ്റിനിന്ത് വിരഹമേറുന്നു. ഇരുളിലെവിടെയോ തനിയെ രാക്കിളി പദങ്ങൾ പാടുന്നു. ഹലോ സാറേ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ റിസൈൻ ചെയ്തു സതീശേ. എന്താ സാർ, കുഴപ്പം വല്ലതും ഉണ്ടോ? കുഴപ്പമൊന്നുമില്ല. ഞാനന്ന് ബാങ്കിൽ വെച്ച് തന്നോട് പറഞ്ഞിരുന്നില്ലേ, മടുത്തടോ. ഇനി എന്താ സാർ അടുത്ത പ്ലാൻ? നാട്ടില് കുറച്ച് മണ്ണുണ്ട്, അവിടെ പോയി എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്ത് കിട്ടുന്ന സമയം പോലെ സന്തോഷമായിട്ട് ജീവിക്കുക. ശരി സതീഷ്, ഓക്കെ. പൊയ്മുഖമണിഞ്ഞ കുറേ മനുഷ്യർ, ശാന്തരാണെന്ന് സ്വയം നടിക്കുന്നവർ, ഉള്ളിലെ ഉണങ്ങാത്ത മുറിവും അതിൻ്റെ നീറ്റിലുമായി ജീവിക്കുന്നവർ. കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതും സുഖമുള്ള കാര്യങ്ങളായിരുന്നില്ല. ഇത് ഒരു ഒളിച്ചോട്ടമല്ല, ലക്ഷ്യത്തിലേക്കുള്ള മറ്റൊരു യാത്രയാണ്. പക്ഷെ ഒരു സന്തോഷമുണ്ട്, ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല. എനിക്കൊരു മകനുണ്ട്. ഇനി അവൻ്റെ ഭാഷ പഠിക്കണം. സ്നേഹത്തിന് ഭാഷയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ദുഃഖമുണ്ട്, എനിക്ക് കൊടുക്കാൻ പറ്റാത്തതും അവന് കിട്ടാത്തതുമായ ഒന്ന്, ഒരു താരാട്ട്. സ്വപ്നതുല്യമായ ആ താരാട്ടുപാട്ടിൻ്റെ ഈണങ്ങൾ തേടി ഞങ്ങൾ യാത്ര തുടരുകയാണ്.